നമസ്കാരം. വ്യോമയുദ്ധം ജയിക്കാൻ റഷ്യയും ഇന്ത്യയും കൈകോർക്കുന്നു. ഇവിടെ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെന്തുകൊണ്ടാണ് അത്തരത്തിലുണ്ടാകുന്നത്? അത് റഷ്യയുടെ കരുത്തും ഇന്ത്യയുടെ ബുദ്ധിയും കൂടെ ഒന്നിച്ചു ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തന്ത്രം. അത് സ്വാഭാവികമായിട്ടും ഒരു ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്താൻ പോകുന്ന ഒരു ഇന്ത്യൻ Su-57 അതൊരുങ്ങുകയാണ്. നമ്മുടെ ഇന്നത്തെ യുദ്ധഭൂപടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യോമ മേധാവിത്വം അതൊരു നിർണായക ഘടകമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ വരുന്ന 5ാം തലമുറ എന്ന് പറയപ്പെടുന്നത് 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ ഒരു ആഡംബരമല്ല, മറിച്ച് അതൊരു അനിവാര്യതയായി മാറുന്നു. റഡാർ ഒഴിവാക്കുന്ന രൂപകൽപ്പന, സെൻസർ ഫ്യൂഷൻ, നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധക്ഷമത, മൾട്ടി ഡൊമൈൻ ഓപ്പറേഷനുകൾ എന്നിവ ചേർന്നുകൊണ്ടുള്ള 21ാം നൂറ്റാണ്ടിലെ വ്യോമ യുദ്ധത്തിന്റെ സ്വഭാവം രൂപപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ വ്യോമ സുരക്ഷാ കണക്കുകൂട്ടലുകൾ കൂടുതൽ സങ്കീർണമാകുന്നത്. തദ്ദേശീയമായിട്ടുള്ള 5ാം തലമുറ യുദ്ധവിമാനം എന്ന ദീർഘകാല ലക്ഷ്യത്തോടെ ഇന്ത്യ ആരംഭിച്ച അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പദ്ധതി രാജ്യത്തിന്റെ സാങ്കേതിക ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണെന്ന് പറയാം. പ്രോട്ടോടൈപ്പ് ഡിസൈൻ ഘട്ടത്തിനായിട്ട് ഏകദേശം 15,000 കോടി രൂപ അനുവദിച്ച ഈ പദ്ധതി ഇന്ത്യയെ സ്വയം പര്യാപ്തമായ ഒരു വ്യോമയാന ശക്തിയാക്കുക എന്ന ലക്ഷ്യത്തിലാണ് മുന്നേറുന്നത്. എന്നാൽ വികസനവും പരീക്ഷണവും സർട്ടിഫിക്കേഷനും ഉൾപ്പെടുന്ന ദീർഘകാല പ്രക്രിയ കണക്കിലെടുക്കുമ്പോൾ അടുത്ത 10-15 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ സേവനത്തിൽ പ്രവേശിക്കുവാൻ സാധ്യത കുറവാണ് എന്നത് യാഥാർത്ഥ്യം. ഈ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഈ ഇടക്കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾ ശക്തമാകുന്നത്. ചൈന ഇതിനകം തന്നെ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചു കഴിഞ്ഞു. കൂടാതെ 6ാം തലമുറ സാങ്കേതിക വിദ്യകളിലും അവർ പ്രാവർത്തികമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതോടൊപ്പം ചൈനയുമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ബന്ധം ഉപയോഗപ്പെടുത്തി പാകിസ്ഥാൻ 5ാം തലമുറ വിമാനങ്ങൾ സ്വന്തമാക്കുവാനുള്ള ശ്രമത്തിലാണ്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെ സംഭവിച്ചാൽ ദക്ഷിണേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥ എന്ന് പറയപ്പെടുന്നത് ചൈന പാകിസ്ഥാൻ അച്ചുതണ്ടിലേക്ക് കൂടുതൽ ചരിയുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ നേരിട്ട് ബാധിക്കുമെന്നും പ്രതിരോധ വിദഗ്ധരടക്കം മുന്നറിയിപ്പ് നൽകുന്നതാണ്. അപ്പോൾ ഇരുവശത്ത് നിന്നും ഉയരുന്ന സൈനിക ഭീഷണികൾ നേരിടുവാൻ 5ാം തലമുറ സ്റ്റെൽത്ത് കരുത്ത് ഇന്ത്യക്ക് ഇനി അനിവാര്യമാണ് എന്നുള്ളതാണ്. സ്വന്തം വിമാനമായിട്ടുള്ള AMCA യാഥാർത്ഥ്യമാകുന്നവരെ ഒരു താൽക്കാലിക കവചമായിട്ട് അമേരിക്കയുടെ F-35നെയും റഷ്യയുടെ Su-57നെയും ഇന്ത്യ പരിഗണിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യൻ കരുത്തനായിട്ടുള്ള Su-57ലേക്കാണ് ഇന്ത്യയുടെ താല്പര്യം ഇപ്പോൾ കൂടുതലായും നീങ്ങുന്നത്. ഈ ചർച്ചയിലൊക്കെ നിർണായകമായിട്ടുള്ള ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഇന്ത്യൻ ഏവിയോണിക്സും മിഷൻ സോഫ്റ്റ്വെയറും സംയോജിപ്പിച്ചാൽ, അതായത് ഈ ഞാൻ പറഞ്ഞ റഷ്യൻ Su-57 ഒപ്പം തന്നെ അമേരിക്കയുടെ F-35 പല മേഖലകളിലും ഇതിനെയൊക്കെ മറികടക്കാൻ കഴിവുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറ്റാൻ കഴിയും Su-57. അപ്പോൾ റഷ്യയുടെ ശക്തമായിട്ടുള്ള എയർ ഫ്രെയിം എഞ്ചിനീയറിംഗും ഇന്ത്യയുടെ അതിവേഗം വളർന്ന ഡിജിറ്റൽ യുദ്ധശേഷികളും ചേർന്നാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള യുദ്ധവിമാന ആശയം തന്നെ ഇവിടെ രൂപപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ ഒരു സംവിധാനം F-35 പ്രധാനമായിട്ടും നെറ്റ്വർക്ക് കേന്ദ്രീകൃതമായിട്ടുള്ള യുദ്ധത്തിനാണ് രൂപകൽപ്പന ചെയ്ത ഒരു സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫൈറ്ററാണ്. അതിന്റെ ശക്തി കുറഞ്ഞ റഡാർ സംവിധാനം അല്ലെങ്കിൽ റഡാർ സിഗ്നേച്ചറിലും ഉയർന്ന തലത്തിലുള്ള സെൻസർ ഫ്യൂഷനിലും സഖ്യരാജ്യങ്ങളുമായിട്ട് തത്സമയ ഡാറ്റ പങ്കിടുവാനുള്ള കഴിവിലുമാണ് അത് മുന്നോട്ട് പോകുന്നത്. എന്നാൽ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് വേഗതയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സൂപ്പർ മാനുവറബിലിറ്റിയിലും അത് ഈ F-35 റഷ്യൻ പ്ലാറ്റ്ഫോമുകളെ അപേക്ഷിച്ച് പിന്നിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനോട് വിപരീതമായിട്ട് Su-57 ഒരു ഇരട്ട എഞ്ചിൻ യുദ്ധമാണ്, അല്ലെങ്കിൽ ഒരു യുദ്ധവിമാനമാണ്. സൂപ്പർ ക്രൂയിസ് ശേഷിയും ത്രസ്റ്റ് വെക്ടറിംഗ് എഞ്ചിനുകളും ഉപയോഗിച്ചുകൊണ്ട് വളരെയധികം വിസ്തൃതിയിലുള്ള ഒരു വ്യോമയുദ്ധം നടത്താൻ ശേഷിയുള്ള കഴിവുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ ഉയർന്ന വേഗതയും കൈനറ്റിക് പ്രകടനവും മുൻഗണന നൽകുന്ന ഈ Su-57 എന്ന് പറയപ്പെടുന്ന റഷ്യൻ ഉൽപ്പന്നം, ഈ ഡിസൈൻ എന്ന് പറയപ്പെടുന്ന അടുത്ത അകലത്തിലുള്ള വ്യോമ പോരാട്ടങ്ങൾ നിർണായകമായിട്ട് നേട്ടം നൽകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. അപ്പോൾ ഇന്ത്യൻ മിഷൻ കമ്പ്യൂട്ടറുകളും സെൻസർ ഫ്യൂഷൻ സിസ്റ്റങ്ങളും ഇലക്ട്രോണിക് വാർഫെയർ സൂട്ടുകൾ എന്നിവയൊക്കെ ഇതിൽ സംയോജിപ്പിച്ചാൽ നെറ്റ്വർക്ക് എന്ന് പറയപ്പെടുന്ന സംവിധാനം, നെറ്റ്വർക്ക് കേന്ദ്രീകൃതവും മൾട്ടി ഡൊമൈൻ സ്വഭാവമുള്ളതുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ Su-57 കൂടുതൽ ശക്തി ആർജിക്കുമെന്നുള്ളതാണ് വാദം. അപ്പോൾ ഇത് റഷ്യയുടെ ശേഷിയാണ് തെളിയിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി അതിന്റെ തദ്ദേശീയമായിട്ടുള്ള ഏവിയോണിക്സ് പരിധിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യവസായവും ചേർന്ന് നിന്നുകൊണ്ട് ഈ പറയുന്ന 30 MKI എന്ന് പറയപ്പെടുന്ന Su-30 MKI എന്ന് പറയപ്പെടുന്ന തേജസ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, കൂടാതെ റാഫേൽ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾക്കായിട്ട് നൂതന മിഷൻ കമ്പ്യൂട്ടറുകൾ, ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ, സോഫ്റ്റ്വെയർ നിർവചിത ഏവിയോണിക്സ് എന്നിവയൊക്കെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ കർശനമായിട്ട് ലോക്ക് ചെയ്ത ആർക്കിടെക്ചറുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഇന്ത്യൻ സംവിധാനങ്ങൾ എന്ന് പറയപ്പെടുന്നത് നവീകരണത്തിനും ആയുധ സംയോജനത്തിനും കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നവയാണ് എന്നുള്ളത് വിലയിരുത്തപ്പെടുന്നു. ഇവിടെ ഇന്ത്യൻ ബുദ്ധിയാണ് പ്രവർത്തിക്കപ്പെടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റഷ്യയുടെ കരുത്തും ഇന്ത്യയുടെ ബുദ്ധിയും കൂടി ചേർന്നുകൊണ്ടൊരു വ്യോമയാന സംവിധാനം രൂപവൽക്കരിക്കപ്പെടുന്നു. ഉയർന്ന ഉയരത്തിലുള്ള ഹിമാലയൻ വ്യോമതാവളങ്ങളിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദീർഘദൂര സമുദ്ര ദൗത്യങ്ങൾ വരെ വ്യാപിക്കുന്ന ഇന്ത്യയുടെ സവിശേഷമായിട്ടുള്ള പ്രവർത്തന അന്തരീക്ഷം അത് കണക്കിലെടുക്കുമ്പോൾ ഒരു ഇന്ത്യൻ വൽക്കരിക്കപ്പെട്ട Su-57 കോൺഫിഗറേഷൻ കൂടുതൽ അനുയോജ്യമാകാമെന്ന അഭിപ്രായം ശക്തമായി നിൽക്കുന്നു. ഇത് വെറുമൊരു വിമാന തെരഞ്ഞെടുപ്പ് ചർച്ച മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രതിരോധ സംഭരണ തത്വശാസ്ത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റത്തിന്റെ സൂചനയാണ്. ഇപ്പൊ തന്നെ FGFA പദ്ധതിയിൽ നിന്ന് പിന്മാറിയ അനുഭവങ്ങൾക്ക് ശേഷം നേരിട്ടുള്ള വാങ്ങലുകളെക്കാൾ സഹവികസനം, സാങ്കേതിക കൈമാറ്റം, ആഭ്യന്തര ശേഷി നിർമ്മാണം എന്നിവയ്ക്ക് ഇന്ത്യ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ ഈ സമീപനം സമീപകാലത്ത് AMCA പോലുള്ള തദ്ദേശീയ പദ്ധതികൾക്ക് ശക്തി പകരുകയും ഇടക്കാലത്ത് Su-57 പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തുവാനുള്ള സാധ്യത തുറക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇന്ത്യയുടെ 5ാം തലമുറ വ്യോമയാന യാത്ര ഒരു ലക്ഷ്യത്തിലേക്കുള്ള നേരിയ പാതയല്ല, മറിച്ച് തന്ത്രപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളും സാങ്കേതിക സമന്വയങ്ങളും നിറഞ്ഞ ഒരു സങ്കീർണ യാത്രയാണ് എന്ന് ഇത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഈ ചർച്ചകൾ ലക്ഷ്യം വെക്കുന്നത് ഒരു യുദ്ധം ഭാവിയിൽ ആസന്നമായാൽ അന്ന് വ്യോമയുദ്ധം ജയിക്കുവാൻ റഷ്യയും ഇന്ത്യയും വികസിപ്പിച്ചെടുത്ത ഈ തന്ത്രം മതിയാകുമെന്ന് തന്നെയാണ്. അത് ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ് എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ റഷ്യ ബന്ധങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും നിലയ്ക്കുന്നതല്ല. ഇത്തരത്തിലുള്ള ആണവ പരീക്ഷണങ്ങൾ, അണ്വായുധ പരീക്ഷണങ്ങൾ, ആയുധ പരീക്ഷണങ്ങൾ അടക്കമുള്ളവ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും റഷ്യയുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് ഭാവിയിൽ വരുന്ന യുദ്ധം എന്ന് പറയപ്പെടുന്നത് ആ യുദ്ധത്തിൽ വ്യോമയുദ്ധം അടക്കമുള്ളവ ജയിക്കാൻ റഷ്യയും ഇന്ത്യക്കും കരുത്താകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കൊടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച ഒരു വ്യോമയാന സംവിധാനം ഉണ്ടാക്കിയെടുക്കുവാൻ, ഒരു മൾട്ടിപ്പിൾ സംവിധാനത്തിലേക്ക് പോകുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഇന്ത്യയും റഷ്യയും വളരുകയാണ് എന്നുള്ള സൂചനകളാണ്. ഇപ്പോൾ ഇവർ ലക്ഷ്യം വെക്കുന്നത് പോലും ഒരു യുദ്ധം ഭാവിയിൽ ആസന്നമാകുന്ന സാഹചര്യം ഉണ്ടായാൽ അന്ന് വ്യോമയുദ്ധം ജയിക്കുവാൻ റഷ്യയും ഇന്ത്യയും വികസിപ്പിച്ചെടുത്ത ഈ തന്ത്രം തന്നെ ധാരാളമാണ് എന്നതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇത് ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കം.